അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, രോഗികൾക്ക് ലഭിക്കുന്ന മനോഹരമായ 10 നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഓരോ രൂപത്തിൽ രോഗികളാണ്. കൈവേദന, കാലുവേദന, കണ്ണുവേദന, വയറുവേദന, ഊരവേദന, ക്യാൻസർ, അറ്റാക്ക്, ഷുഗർ, പ്രഷർ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പേരറിയുന്നതും പേരറിയാത്തതും മരുന്നുള്ളതും മരുന്നില്ലാത്തതും ചികിത്സയുള്ളതും ചികിത്സയില്ലാത്തതുമായ അനേകം രോഗങ്ങളുമായി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഈ രോഗങ്ങളൊക്കെ അള്ളാഹു നൽകുന്നത് പരീക്ഷണത്തിന് വേണ്ടിയാണ്. നമുക്കറിയാം, ഈ ദുനിയാവ് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പലതും നമുക്ക് നൽകും. അനുഗ്രഹങ്ങൾ നൽകുന്നത് പരീക്ഷണമാണ്, വിപത്തുകൾ നൽകുന്നത് പരീക്ഷണമാണ്. അതുപോലെ തന്നെയാണ് രോഗം എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയവും പല രൂപത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് നമ്മെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ആ രോഗങ്ങളോട് നമുക്കുള്ള സമീപനം എങ്ങനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നിമിഷവും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ലഭിക്കുന്ന ഒരു പനിയോ ഒരു തലവേദനയോ ഒരു മുള്ളു തറക്കുന്നതോ വലിയ അനുഗ്രഹമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളൊക്കെ നമുക്കൊരു പക്ഷേ വേദനയായി തോന്നുന്നുണ്ട് എങ്കിലും പരിശുദ്ധ ഇസ്ലാമിൽ നാളെ പാരത്രിക ലോകത്ത് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് രോഗിയായി മാറുക എന്നത്. നമുക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പ്രതിഫലമുള്ള കാര്യമാണ്. അത് പ്രതിഫലമുള്ളതാകണമെങ്കിൽ ക്ഷമയോടുകൂടെ, സമാധാനത്തോടുകൂടെ, അള്ളാഹുവിനോടുള്ള സ്നേഹത്തോടുകൂടെ ആയിരിക്കണം നമ്മൾ ഓരോ രോഗത്തെയും സമീപിക്കേണ്ടത്. അള്ളാഹു ഭേദമാക്കി തരും, അള്ളാഹു നമ്മുടെ അസുഖത്തിന് മരുന്ന് തരും എന്ന പ്രതീക്ഷയോടുകൂടെയായിരിക്കണം ഓരോ വിശ്വാസിയും രോഗത്തെ സമീപിക്കേണ്ടത്. നമ്മൾ ഇന്ന് പറയുന്നത് ഒരു രോഗം കൊണ്ട് ഒരു രോഗിയായാൽ നമുക്ക് ലഭിക്കുന്ന 10 മനോഹരമായ നേട്ടങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് കിട്ടുക എന്ന് നമ്മൾ അറിയണമല്ലോ. ഒരു പനി വന്നു കഴിഞ്ഞാൽ, തലവേദന വന്നാൽ, ഷുഗറുള്ള ആളുകൾ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കുകയാണ്. പ്രമേഹമുള്ളവർ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. പ്രഷറുള്ള ആളുകൾ വലിയ പ്രയാസത്തോടുകൂടെ ജീവിക്കുകയാണ്. എപ്പോഴും മരുന്ന് കഴിക്കണം. എന്നാൽ ഈ കഷ്ടപ്പാട് അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് എങ്കിലും അതിന് അള്ളാഹു നമുക്ക് നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണ്ടേ? എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. രോഗികളായ ആളുകൾ എന്തായാലും കാണുക. മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ടാകും. കാരണം രോഗം കാരണം ഇങ്ങനെ മനസ്സ് മടുത്തിരിക്കുന്ന സമയത്ത് അള്ളാഹു ഇതൊരു വലിയ അനുഗ്രഹമുള്ള കാര്യമാണെന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണല്ലോ. അള്ളാഹു നമ്മുടെ അസുഖങ്ങളൊക്കെ ഭേദമാക്കി തരട്ടെ, ആരോഗ്യം നൽകട്ടെ, സന്തോഷം നൽകട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നത് ഫളാഇലുൽ മർദി ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ രോഗത്തിൻ്റെ മഹത്വം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു രോഗിക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഫളാഇലുൽ മർദി തക്ഫീറുദ് ദുനൂബാണ്. പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. രോഗിയാകുന്നതോടുകൂടെ നമ്മളെ ചെറിയ പാപങ്ങളൊക്കെ നമ്മൾ അറിയാതെ അള്ളാഹു പുറത്തു തരും. നമുക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, നമുക്ക് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു നമുക്കൊരു പനി തരും, അല്ലെങ്കിൽ ഒരു കാലുവേദന തരും. നമ്മൾ ജീവിതകാലത്തിൽ ചെയ്തു പോയ ഏതോ ഒരു വലിയ പാപം ഭാവിയിൽ നമുക്ക് നരകം കിട്ടാനിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരു പാപം, അല്ലെങ്കിൽ വലിയൊരു ശിക്ഷ നമുക്ക് കിട്ടാനിരിക്കുന്ന ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നമുക്കൊരു രോഗം തന്നിട്ട് ആ പാപം അള്ളാഹു നമുക്ക് പുറത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അസുഖം വരുമ്പോൾ, ഒരു പനി വരുമ്പോൾ പോലും നമ്മൾ ക്ഷമയോടുകൂടെ ആ പനിയെ സമീപിക്കുക. ഒരു പാരസിറ്റാമോൾ കഴിച്ചാൽ ആ പനി ഭേദമാകും. എന്നാൽ ആ പനി കാരണം നമുക്ക് ലഭിച്ച ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴോ ചെയ്തു പോയ ഒരു പാപം, അല്ലെങ്കിൽ കുറേ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പനിയിലൂടെ നമുക്ക് പുറത്തു തന്നിട്ടുണ്ടാകും എന്നൊരു വിശ്വാസമാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത്. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന ഓരോ രോഗങ്ങളും നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു നമുക്ക് നൽകുന്ന വലിയ മഗ്ഫിറത്ത് എന്ന് പറയുന്ന അനുഗ്രഹത്തിന് വേണ്ടിയായിരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, റഫ്ഉദ് ദറജാത്ത്, നമ്മുടെ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. പ്രമോഷൻ കിട്ടുക എന്നൊക്കെ പറയില്ലേ, ജോലിയിൽ പ്രമോഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിൽ തന്നെ ഏറ്റവും താഴ്ന്നവരായ തെമ്മാടികളായ ആളുകളുമുണ്ട്. എന്നാൽ ഓരോ ലെവലിൽ ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഈമാനിൻ്റെ മർത്തബകളിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളുമുണ്ട്. നാളെ സ്വർഗത്തിലും അങ്ങനെയാണ്. സ്വർഗത്തിൽ അമ്പിയാക്കളും ഔലിയാക്കളും ഉന്നതരായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും ഒക്കെ വലിയ സ്ഥാനത്താണ്.
ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അള്ളാഹു രോഗിയാക്കുന്നതിലൂടെ സ്വർഗത്തിൽ നാളെ ഉന്നത സ്ഥാനം കിട്ടും. മനുഷ്യർക്കിടയിലും അവന് ഉന്നതനായി തീരും. രോഗം നമുക്ക് നൽകുന്നത് വലിയ അനുഗ്രഹമാകുന്ന നമ്മുടെ പദവി അള്ളാഹു ഉയർത്തുന്നു എന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുമെന്നതാണ്. അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണല്ലോ. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ, ഒരു പനി വരുന്ന സമയത്ത് അതിനെ സന്തോഷത്തോടുകൂടെ നേരിട്ട് കഴിഞ്ഞാൽ, ഒരു വേദന വരുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് പഠിച്ചോൻ എനിക്ക് ഇത്രയല്ലേ തന്നുള്ളൂ എന്ന രൂപത്തിൽ അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ്. ആ രോഗം കാരണം അള്ളാഹുവിൻ്റെ പ്രീതി നമുക്ക് ലഭിക്കും. ഇനി നാലാമത്തെ കാര്യം സബബുൽ ലിദുഖൂലിൽ ജന്ന. ഇനി എന്താ വേണ്ടത്? രോഗിയാകുന്നതോടുകൂടെ അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമെന്നാണ് പറയുന്നത്. സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾക്ക് അള്ളാഹു അസുഖം നൽകി അതിൻ്റെ പേരിൽ നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. പടച്ചോൻ എനിക്ക് ഇത്രയല്ലേ തന്നുള്ളൂ. കൈയില്ലാത്തവരും കാലില്ലാത്തവരും ഇഴഞ്ഞു നീങ്ങുന്നവരും കാഴ്ചയില്ലാത്തവരും കേൾവിയില്ലാത്തവരും ഒക്കെ ദുനിയാവിൽ ജീവിക്കുന്നുണ്ടല്ലോ. പടച്ചോൻ എനിക്കൊരു കാലുവേദനയല്ലേ തന്നുള്ളൂ, എനിക്കൊരു പനിയല്ലേ തന്നുള്ളൂ, അള്ളാഹു എനിക്ക് ചെറിയൊരു അസുഖമല്ലേ തന്നുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ ആ ഒരു പരീക്ഷണത്തിൽ മനസമാധാനത്തോടുകൂടി സമീപിച്ച് ആ പരീക്ഷണത്തിൽ അവൻ വിജയിച്ചു കഴിഞ്ഞാൽ സബബുൽ ലിദുഖൂലിൽ ജന്ന, നാളെ സ്വർഗമാണ് അതിന് പകരമായി അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്നത്. അപ്പോൾ രോഗിയായാൽ കിട്ടുന്ന ഒരു അനുഗ്രഹം ആലോചിച്ച് നോക്കി, സ്വർഗം കിട്ടുന്ന പറയണത്. ഇനി അഞ്ചാമത്തെ കാര്യം തദ്കീറും ബിൽ ആഖിറ, ആഖിറത്തെക്കുറിച്ചുള്ള ഓർമ്മ വരും എന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വഴികേടിത്തരത്തിലേക്ക് പോകുമ്പോൾ, ഒരു തെമ്മാടിത്തരത്തിലേക്ക് പോകുമ്പോൾ, നല്ല ആരോഗ്യമുള്ള സമയത്ത് ദുനിയാവിൻ്റെ മതിപ്പിൽ ദുനിയാവിൻ്റെ ചിന്തകളിൽ നമ്മളിങ്ങനെ ലയിച്ചു പോകുമ്പോൾ, നമുക്കൊരു രോഗം വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കും. എനിക്ക് മരിക്കണമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകും. ഓരോ അസുഖവും തദ്കീറും ബിൽ ആഖിറ, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവും. ഒരിക്കലും ഭേദമാകില്ല എന്ന് ഡോക്ടർ പറയാണ്. നിങ്ങളെ കാൽമുട്ടിൻ്റെ വേദന ഇനി ഭേദമാകൂല, ഏത് സർജറി ചെയ്തിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളെ അസുഖം ഇനി ഭേദമാകാൻ ഇനി ഒരു ചികിത്സയും ഇവിടെ ലഭ്യമല്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി, ഇനി വേദനയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. പാരത്രിക ലോകത്തെ സ്വർഗത്തിലുള്ള ജീവിതം മാത്രമാണ് എനിക്ക് വേദനയില്ലാതെ ഇനി ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ എല്ലാവരും രുചിച്ചറിയുമല്ലോ. ഓരോ അസുഖങ്ങളും വരും മനുഷ്യൻ ചിന്തിക്കുന്നതാണ്, പഠിച്ചവനെ ഞാൻ മരിക്കാനായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത
അസുഖം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്ത ഉണ്ടാവുമോ? ചിന്ത ഉണ്ടാവില്ല. അപ്പൊ ദുനിയാവിലെ വലിയൊരു സൗഭാഗ്യമാണ് അസുഖം വന്ന് അതിനുശേഷം മരണത്തെക്കുറിച്ചും ആഖിറത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള ഒരു മനസ്സ് എന്നത്. ഇനി തഖ്വിയത്തുസ് സബ്ർ, സഹനം വർദ്ധിക്കുകയാണ്. ക്ഷമ എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സ്വഭാവമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്വഭാവമാണ് ക്ഷമാശീലരായ ആളുകൾ. അള്ളാഹു എത്ര തന്നെ വലിയ പരീക്ഷണങ്ങൾ നൽകിയാലും അതിനെ സന്തോഷത്തോടുകൂടെ നമ്മളിങ്ങനെ നേരിടുക. ഇന്നല്ലാഹു മഅസ് സ്വാബിരീൻ, അള്ളാഹു ക്ഷമയുള്ളവരോടുകൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമയുള്ളവരായിരിക്കണം. ക്ഷമയുണ്ടാവണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണമല്ലോ. അപ്പോൾ ആ ബുദ്ധിമുട്ടാണ് അസുഖം എന്ന് പറയുന്നത്. ആ അസുഖം വരുന്ന സമയത്ത് അത് സാരല്ല, ഒരു വേദനയല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വലിയൊരു ആപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് അസുഖം തന്നതാവാം എന്നിങ്ങനെ ആ അസുഖത്തെ നല്ല രൂപത്തിൽ നല്ല ചിന്തയോടുകൂടി അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ നേരിട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ക്ഷമാശീലരായ ആളുകളിൽ ഉൾപ്പെടുത്തും. ഇനി 7ാമത്തെ കാര്യം ഇജാബത്തു ദുആ ആണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സൗഭാഗ്യമാണല്ലോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പടച്ചവനോട് ചോദിക്കാനുണ്ട്. പടച്ചവനെ എൻ്റെ മക്കൾ നന്നാക്കണം, അല്ലാഹുവേ എനിക്ക് സാമ്പത്തികമായ ഉന്നമനം നൽകണം, എൻ്റെ കച്ചവടത്തിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകണം എന്ന് രോഗമുള്ള സമയത്ത് നമ്മൾ പറയുമ്പോഴും രോഗമില്ലാത്ത സമയത്ത് പറയുമ്പോഴും വ്യത്യാസമുണ്ട്. രോഗമുള്ള സമയത്ത്, ഒരു പനി വരുന്ന സമയത്ത് കൂടുതൽ പ്രാർത്ഥിക്കുക. കാരണം അസുഖമുള്ള സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, കാൽമുട്ട്, കൈമുട്ട് അല്ലെങ്കിൽ തലവേദനയ്ക്ക് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ അന്തം വിട്ട് കിടന്നുറങ്ങല്ല. ആ സമയത്ത് ദുആക്ക് ഉത്തരമുണ്ട്. അപ്പോഴാണ് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ റബ്ബിനോട് ചോദിക്കേണ്ടത്. അങ്ങനെ അസുഖം എന്ന് പറയുന്നത് ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമാണ്. ആ രോഗികളായ ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഇനി 8ാമത്തെ കാര്യം തവാളുഉൽ അബ്ദി. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് വിനയം എന്ന് പറയുന്നത്. എത്ര വലിയ സമ്പന്നനാണെങ്കിലും അധികാരമുള്ളവനാണെങ്കിലും രാജാവാണെങ്കിലും അധികാരിയാണെങ്കിലും ഉടമയാണെങ്കിലും നമ്മളെല്ലാവരും ഏറ്റവും താഴ്ന്നവനാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. രോഗിയാകുന്നതോടുകൂടെ നമുക്ക് ആ ചിന്ത വരും. എത്ര വലിയ ഹോസ്പിറ്റലിൽ പോയിട്ടും മരുന്നില്ലാത്ത രോഗങ്ങളുണ്ട്. എത്ര വലിയ ഡോക്ടറെ കണ്ടിട്ടും ഒരുപാട് ഫീസ് കൊടുത്തിട്ടും ചികിത്സിക്കാൻ കഴിയാത്ത അസുഖങ്ങളുണ്ട്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, എൻ്റെ സമ്പത്ത് കൊണ്ടൊന്നും ഒരു നേട്ടവുമില്ലാത്ത സമയം എനിക്ക് വരാനുണ്ട്, എൻ്റെ സമ്പത്ത് എന്നെ സഹായിക്കാത്ത സമയമുണ്ട്, റബ്ബിൻ്റെ സഹായം മാത്രം എന്നെ സഹായിക്കുന്ന സമയങ്ങളുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നത് അസുഖമാണ് അല്ലേ? നമ്മൾ ഒരുപാട് സമയത്ത് വലിയ അഹങ്കാരത്തോടുകൂടെ സംസാരിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, എന്നെ കൊണ്ട് എല്ലാം കഴിയും അല്ലേ, എനിക്കൊരാളെ 4 ആളെ തല്ലി വീഴ്ത്താൻ കഴിയും, എനിക്ക് അവളെ ഉപദ്രവിക്കാൻ കഴിയും, അവൾ എന്നെ തോൽപ്പിക്കാനായിട്ടില്ല. അങ്ങനെ ഒരു വലിയ അഹങ്കാരത്തിന്റെ ചിന്തയിലൂടെ നമ്മൾ നടക്കുമ്പോഴാണ് കാലിന് വേദന വരുന്നത്. അപ്പോഴാണ് ഒരു